രണ്ടാം പിണറായി വിജയൻ സർക്കാരിന്റെ 4ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി ഓരോ ജില്ലയിലും പ്രദർശന വിപണന മേളകൾ ഒരുക്കിയിട്ടുണ്ട്. സർക്കാർ നടപ്പിലാക്കിയ വികസന പദ്ധതികളും ക്ഷേമ പ്രവർത്തനങ്ങളുമാണ് വിവിധ വകുപ്പുകളുടെ സ്റ്റാളുകളിൽ വിശദീകരിക്കുന്നത്. കാസർഗോഡ് ജില്ലയിൽ കാലിക്കടവിൽ ഒരുക്കിയ സ്റ്റാളിലേക്ക് LDF സർക്കാരിന്റെ കഴിഞ്ഞ 9 വർഷത്തെ വികസന നേട്ടങ്ങളാണ് എൻ്റെ കേരളം പ്രദർശന വിപണന മേളയിലൂടെ ജനങ്ങളിലേക്ക് എത്തിക്കുന്നത്. കുടുംബശ്രീക്കൊപ്പം ചെറുകിട വ്യവസായ സംരംഭങ്ങളെയും ഈ മേളയിലൂടെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. സംസ്ഥാന സർക്കാരിന് കീഴിലുള്ള എല്ലാ വകുപ്പുകളുടെയും വികസനക്ഷേമ പ്രവർത്തനങ്ങളും നേട്ടങ്ങളും ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ് ലക്ഷ്യം. 14 ജില്ലകളിലും ഇത്തരത്തിലുള്ള പ്രദർശന വിപണന മേളകളുണ്ടാകും. വിവിധ വകുപ്പുകൾ തയ്യാറാക്കിയ സ്റ്റാളുകളിലൂടെ മേളയിലെത്തുന്നവർക്ക് സർക്കാർ പദ്ധതികളും പ്രവർത്തനങ്ങളും വിശദീകരിച്ച് നൽകും. ഇവിടെ നമ്മളെ കുട്ടികളുടെ പ്രൊജക്റ്റും കാര്യങ്ങളാണ് ഇവിടെ മെയിനായിട്ട് ഉള്ളത്. കാഞ്ഞങ്ങാട് നിത്യാനന്ദ പോളിടെക്നിക്കിലെ ഓട്ടോമൊബൈലിലെ എഞ്ചിൻ, അതേപോലെ സ്റ്റിയറിംഗ് സിസ്റ്റം, ബ്രേക്കിംഗ് സിസ്റ്റം, ഇങ്ങനെയുള്ള കാര്യങ്ങളും, അതുകൂടാതെ പെരിയ പോളിയുടെയും തൃക്കരിപ്പൂർ പോളിടെക്നിക്കിലും ഇലക്ട്രോണിക്സ്, ബയോമെഡിക്കൽ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ അവരെ കുട്ടികൾ ഉണ്ടാക്കിയ പ്രൊജക്റ്റും കാര്യങ്ങളാണ് ഇവിടെ പ്രൊജക്റ്റ് വെച്ചിട്ടുണ്ട്. അത് നമ്മുടെ സാധാരണക്കാർക്ക് എങ്ങനെയാണ് ഒരു വണ്ടിയുടെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ കാണാം, അങ്ങനെയുള്ള കാര്യങ്ങളും ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ള കാര്യങ്ങളും കുറിച്ച് നല്ല ഇത് കൊടുക്കുന്നത്. അതുകൂടാതെ തൊഴിൽ മേഖലകളിൽ ഈ പോളിടെക്നിക്കുകൾ, JTSകൾ കൊടുക്കുന്ന സംഭാവനകളുടെ കാര്യങ്ങൾ നമ്മൾ കുട്ടികൾ വരുന്നവർക്ക് കൃത്യമായിട്ട് വിവരിച്ചു കൊടുക്കുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഈ സ്റ്റാളിൽ നമ്മൾ കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടുള്ളത്. കിഫ്ബി ഫണ്ടിലൂടെ സംസ്ഥാനത്ത് നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ് എൻ്റെ കേരളം പ്രദർശന വിപണന മേളയിലെ കിഫ്ബി സ്റ്റാൾ. 4 വർഷം കൊണ്ട് കംപ്ലീറ്റ് ആയിട്ടുള്ള പ്രൊജക്റ്റിനെ പറ്റിയുള്ള ഡീറ്റെയിലാണ് നമ്മളിപ്പോൾ ഈ വാളിൽ കൊടുത്തിരിക്കുന്നത്. ആര് വന്നു കഴിഞ്ഞാലും അവർക്ക് ഈ വാൾ കണ്ടാൽ തന്നെ മനസ്സിലാവും എന്തൊക്കെ അവരുടെ ഏരിയയിൽ തന്നെ നടന്നിട്ടുള്ള വികസനം എന്തൊക്കെയാണെന്നുള്ളത്. അവർക്ക് ഈ വാൾ കണ്ട് കിഫ്ബിയിലൂടെ നടന്നിരിക്കുന്നത് എന്തൊക്കെയാണെന്ന് അവർക്ക് മനസ്സിലാവും. അതിൽ റോഡ്സ് ഉണ്ട്, സ്കൂൾസ് ഉണ്ട്. അവരുടെ ഏരിയയിൽ തന്നെ ഇപ്പോൾ ഒരു 10-15 സ്കൂള് ചെറിയൊരു ഏരിയയിൽ തന്നെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതും എല്ലാ സജ്ജീകരണം കൂടിയാണ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ ഹോസ്പിറ്റൽസ് വരുന്നുണ്ട്, ടൂറിസം പ്രൊജക്റ്റ് വരുന്നുണ്ട്. ഇതൊക്കെയാണ് മെയിനായിട്ട് ഇപ്പോൾ കിഫ്ബി ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്റ്റാളിൻ്റെ പ്രവർത്തനത്തിലൂടെ സംസ്ഥാനത്ത് നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ നേരിട്ടറിയാൻ സാധിക്കുന്ന എൻ്റെ കേരളം പ്രദർശന വിപണന മേള കാണാനെത്തിയ വീട്ടമ്മ. എല്ലാ കാര്യങ്ങളും അപ്പം തന്നെ ന്യൂസിൽ കൂടി അറിയുന്നത് കൊണ്ട് 9 വർഷക്കാലത്തെ എല്ലാ നേട്ടങ്ങളെ കുറിച്ചിട്ടും സർക്കാരിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും നല്ലതാണെന്നുള്ള ഇനിയും സർക്കാർ തന്നെ ഭരണത്തിൽ വരണം എന്നുള്ള ആഗ്രഹം കൂടി ഉണ്ട്. സർക്കാർ വകുപ്പുകൾക്ക് പുറമെ കുടുംബശ്രീ, ചെറുകിട വ്യവസായ യൂണിറ്റുകൾ എന്നിവർക്കും മേളയിൽ അവസരമുണ്ട്. കാസർഗോഡ് ഗവൺമെൻറ് കോളേജിലെയും കാർഷിക സർവകലാശാലയിലെയും വിദ്യാർത്ഥികൾ പ്രദർശനത്തിനായി എത്തിയിട്ടുണ്ട്. സ്റ്റാർട്ടപ്പിലൂടെ നവകേരളം സൃഷ്ടിക്കാനുള്ള വിദ്യാർത്ഥികളുടെ ശ്രമങ്ങളും ഇവിടെ കാണാം. പൊതുജനങ്ങൾക്ക് ഫ്രീ ആയിട്ട് വെള്ളം കൊടുക്കലും, പിന്നെ നമ്മൾ ജനങ്ങൾക്കറിയാം നമ്മൾ പൊതുസ്ഥലങ്ങളിൽ ഇപ്പം മെയിൻലി ഇപ്പം ബസ് സ്റ്റാൻഡ് ഏരിയ അവിടെയൊക്കെ നമുക്ക് വെള്ളം ഫ്രീ ആയിട്ട് കൊടുക്കുന്ന ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഏരിയ ഇല്ല. പിന്നെ പോരാത്തതിന് ഫ്രീ ആയിട്ട് വെള്ളം കൊടുക്കണമെങ്കിൽ നമുക്കിപ്പോൾ എന്തെങ്കിലും അവർക്ക് എന്തെങ്കിലും എമൗണ്ടോ കാര്യങ്ങളോ ജനറേറ്റ് ഉണ്ട്. സോ അതിനായിട്ടുള്ളൊരു കംപ്ലീറ്റ് സൊല്യൂഷനും അതുപോലെ തന്നെ ഒരു കിടിലൻ പ്രൊഡക്റ്റുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. സംബന്ധിച്ച് കഴിഞ്ഞാൽ നമ്മൾ 3 ഡിസ്പ്ലേ ആണ് ഇതിൽ റൺ ചെയ്യുന്നത്. ഒരു വാട്ടർ ഡിസ്പെൻസറാണ്. അതിൽ നമ്മൾ കമ്പനീസിനും അതുപോലെ തന്നെ നല്ല അഡ്വർടൈസ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ അതിൽ ചെയ്യാം. പൊതുജനങ്ങൾക്ക് ഫ്രീ ആയിട്ട് അതിൽ നിന്ന് കിട്ടുന്ന ഇൻകം വെച്ചിട്ട് നമ്മൾ ആഡ്സ് റൺ ചെയ്തുകൊണ്ട് ഫ്രീ ആയിട്ട് വെള്ളം കൊടുക്കുന്നത്. പ്രദർശനമേളയിൽ പുത്തൻ ആശയങ്ങളും കൗതുകമാർന്ന കാഴ്ചകളും വിസ്മയിപ്പിച്ചെന്ന് കാണികൾ. ആരോഗ്യ സ്റ്റാൾ നല്ല മൊത്തം കണ്ടു. അതിന് വേണ്ടുന്ന എല്ലാ സജ്ജീകരണങ്ങളും ഇവിടെ നടത്തിയിട്ടുണ്ട്. 3-4 സ്റ്റാളുകളുണ്ട് ആരോഗ്യ വകുപ്പിൻ്റെ. നല്ല നമുക്ക് വേണ്ടുന്ന അറിവെല്ലാം സെമിനാറിൽ ഇപ്പം കിട്ടി. ആരോഗ്യ സെമിനാർ നമുക്ക് വേണ്ടുന്ന ഫീൽഡിൽ പോയിട്ട് പറയേണ്ട കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട്. അതിന് കുടുംബശ്രീ പ്രവർത്തകരുടെ മെഗാ ഫുഡ് കോർട്ടും പുസ്തകമേളയും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ഈ മാസം 21-ന് തുടങ്ങിയ എൻ്റെ കേരളം പ്രദർശന വിപണന മേള ഇന്ന് സമാപിക്കും. 24 കാസർഗോഡ്.